പുഷ്പ പുഷ്പ ദ റൂൾസ് വെറും 5 ദിവസം കൊണ്ട് 1000 കോടി. എത്ര 1000 കോടി? 1000 കോടി ഒരു കൂതറ പടത്തിന്. എനിക്ക് പറഞ്ഞ തീരെ ഇഷ്ടപ്പെട്ടു. ഒരു വളിഞ്ഞ പടം, ഒരു വെറുപ്പിക്കൽ പടം. വെറുപ്പിക്കൽ എന്ന് പറഞ്ഞാൽ അല്ലും രശ്മികയും ഫാഫാസിൽ എല്ലാവരും കൂടി ഒരു ഓർക്കുമ്പോഴേ കല്ല് കയറി വരും. ഇപ്പോൾ ഫസ്റ്റ് ഹാഫ് ഒരു സമാധാനം ഉണ്ടെന്ന്, അതായത് വെറുപ്പിക്കലിനൊരു സമാധാനമുണ്ട്. സെക്കൻഡ് ഹാഫ് ഫുൾ അങ്ങോട്ട് ഒരു വാഗിക്കൊള്ളില്ല. ലാസ്റ്റൊക്കെ ആകുമ്പോൾ സോംബി എന്തൊക്കെ പേപ്പട്ടി പോലെ ഒക്കെ ആവണം. എൻ്റെ ദൈവമേ, ആ സിനിമ 1000 കോടി. നമ്മുടെ ഇപ്പോൾ ചിലവർ 1000 കോടിയാണ് പോന്നെ, ഇതാണ് ബ്രാൻഡ്. വിജയുടെ സിനിമ ഇത്രയും കളിച്ച ബ്രാൻഡ്, എല്ലാത്തിനും ഇത്രയും. ഇതിനെ ബ്രാൻഡ് എന്നല്ല പറയണേ. ബ്രാൻഡ് എന്നൊക്കെ പറഞ്ഞാൽ അതായത് ഈ കളക്ഷൻകാരിലല്ല ബ്രാൻഡ് പോലും. അതായത് ഒരു സിനിമ, അതായത് ഒരു കൂതറ പടം ഇത്രയും കളക്ഷൻ കയറിയാൽ പറയും ബ്രാൻഡ്. അത് ബ്രാൻഡല്ല, ഓളം വിട്ടെന്ന് പറയാം. അതായത് നല്ല പടങ്ങൾ ഒരിക്കലും ഇത്രയും കളക്ഷൻ കയറില്ല. കാരണം എന്താണ്, ആൾക്കാർക്ക് വേണ്ടത് പറന്നടിക്കുക, ചാടാ, തീപ്പൊരി, ഇതൊക്കെയാണെങ്കിൽ ഇത്രയും കളക്ഷൻ കയറിയാൽ ഇവനാണ് ഏറ്റവും കൂടുതൽ ഫാൻസ്. കാരണം എന്താണ്, ആൾക്കാർക്ക് ബോധമില്ല, ആൾക്കാർക്ക് ഇത് മതി. ഈ തങ്കലാനൊക്കെ 100 കോടി ഒരു കഷ്ടപ്പെട്ടാണ് കയറ്റ്. ഇതൊക്കെ കലക്കം പടാണ്. ആ സാധനം പുഷ്പ വെച്ച് ഒന്ന് എടുത്തു നോക്കി. അതൊക്കെയാണ് തിയേറ്ററിൽ പോയി കാണണ്ടേ. അല്ലാണ്ട് ഞാനിവിടുന്ന് കുത്തി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എന്തായാലും പറയണത് ചിലപ്പോൾ ഇത് ഞാൻ പറയണത് ശരിയെന്ന് തോന്നാറുണ്ട്, അവർക്ക് വേണ്ടിയിട്ടാണ്. അല്ലാതെ ഇതൊക്കെ 1000 കോടി ഞാൻ ആലോചിക്കുകയാണ്. ഇനി ഇതിൻ്റെ തേർഡ് പാർട്ട് എന്തായാലും ഇറങ്ങുന്നേ, അതാണ്. ഞാൻ അതും പോയി സഹിക്കണമല്ല. അപ്പോൾ കുറേ ആണുങ്ങൾ പറയും നീ എന്തിനാ സഹിക്കണം, നീ കാണണ്ടെന്നാ പറയുന്നത്. അങ്ങനെ കുറേ ആളുകളുണ്ട്. എന്നാൽ ഈ സാധനമൊക്കെ 1000 കോടി എന്നൊക്കെ പറയുമ്പോൾ അത് ഇങ്ങനെ ഇവന്മാർക്ക് ഇരുന്ന് കാണാൻ ഞാൻ എങ്ങനെ ഒരു രക്ഷപ്പെട്ടു. പക്ഷെ ചിലർക്കൊക്കെ ബോധമുണ്ട് കേട്ടോ. കണ്ടിട്ട് ചിലവരൊക്കെ തെറി പറഞ്ഞു പോകുന്നുണ്ട്. നമ്മുടെ കേരളത്തിൽ പിന്നെ എനിക്ക് പിന്നെയും ബോധമുണ്ടെന്ന് പറയാൻ പറ്റും. അവിടെയൊക്കെ തീരെ ഇല്ല, അതെനിക്ക് ഉറപ്പാണ്. അവന്മാർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ മതി, ആരെങ്കിലുമൊക്കെ പറഞ്ഞാൽ മതി, അപ്പം സിനിമ 1000 കോടിയാണ്. എന്നാലും ബാഹുബലി അതൊക്കെ എന്താ കുറേ തിയേറ്ററിൽ കാണാനുള്ള സാധനം ഉണ്ട്. അതിനകത്താരും വെറുപ്പിക്കണില്ല. അതാണ് ആ ഒരു സിനിമയുടെ പ്രത്യേകത. ഇത് വെറുപ്പിക്കൽ ഒന്നുമില്ല, പടം ഒന്നുമില്ല. എന്നിട്ടത് 1000 കോടി അയച്ച്. ഇതൊക്കെ നമ്മുടെ പുറത്തുള്ളവർ അവിടെയൊക്കെ ഉള്ളവരൊക്കെ കാണുകയാണെങ്കിൽ അവർക്ക് ചിരി വരും. നമ്മുടെ ഇവിടുത്തെ മൊത്തത്തിൽ ഇന്ത്യ മൊത്തം കിറുക്കന്മാരാന്ന് ചോദിച്ചു പോലും. അങ്ങനത്തെ ഒരു വാഗ്യക്കൊള്ളില്ല. ഈ പടം മാത്രമല്ലേ, കുറേ പടങ്ങളുണ്ട്. അത് ദേവരൊക്കെ 500 കോടിയൊക്കെ കടന്നാണ്. ഇത് വെച്ച് നോക്കുമ്പോൾ ദേവര ബെറ്ററാണ് കേട്ടോ പുഷ്പ വെച്ച് നോക്കുമ്പോൾ. ആ BGM-ഉം ആ ഫൈറ്റ് രംഗങ്ങളൊക്കെ ഇൻട്രോയിലത്തെ അതൊക്കെ എന്തൊരു ബെറ്ററാന്ന് പറയും, എന്തൊരു നല്ല രസമാണെന്ന് അറിയാം. അതൊക്കെ സത്യം കിട്ടും, അതൊക്കെ ബെറ്ററാണ്. പക്ഷെ അതൊക്കെ 500 കോടി വരെ കയറി. നമ്മുടെ ഒരു പടത്തിലെ നമ്മുടെ പടത്തിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ സിനിമ എടുത്ത് എനിക്കിപ്പോൾ കളക്ഷൻ വലിയതായിട്ട് കളക്ഷൻ എനിക്ക് ഒരു ഇതില്ല കേട്ടോ. പണ്ടൊക്കെ ബാഹുബലിയൊക്കെ 1000 കോടി ഇപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം അതിനുള്ള സാധനം ഉണ്ട്. ഇപ്പോൾ മിക്ക പടം 1000 കോടി കയറും. ഇപ്പോൾ എല്ലാവരുടെ മനസ്സിൽ 1000 കോടി എത്തിക്കണം. ഇപ്പോൾ വിജയുടെ സിനിമ ഇപ്പോൾ പറയുകയാണെങ്കിൽ വിജയ ഫാൻസ് മാക്സിമം 1000 കോടി എത്തിക്കാൻ നോക്കും. അവന്മാരാണ് ചിലപ്പോൾ കുറേ തവണ പോയിരുന്നതാണോ പറയാൻ പറ്റില്ല. കാരണം വേറെ ഇപ്പോഴത്തെ എല്ലാവർക്കും കളക്ഷനാണ്, അല്ലെങ്കിൽ സിനിമ എല്ലാവരും നോക്കണേ. ഇപ്പോൾ പുഷ്പ തന്നെ ആൾക്കാർ എന്തോരം പേരാണെന്നറിയോ, ഭയങ്കര ഹൈപ്പ്. ഈ സിനിമയ്ക്ക് എന്തുകൊണ്ടാണ് ഹൈപ്പ് എന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു. എന്തിനാ എത്ര ഹൈപ്പ് ഒന്നുമില്ല, ഫസ്റ്റിലൊന്നുമില്ല. പക്ഷെ ഫസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പടമാണ്. ഫസ്റ്റ് ഭയങ്കര ഇഷ്ടം എന്ന് വെച്ചാൽ ഒന്നുകൂടി ഇരുന്ന് കാണാം. അതായത് ഇടയ്ക്ക് കാണാം അല്ലുവിൻ്റെ ആ കോമഡി, പാട്ടുകൾ, ഫൈറ്റ് നല്ല രസമുണ്ടായിരുന്നു. ഞാൻ ഇത് കഴിഞ്ഞിട്ട് പുഷ്പ ഇരുന്ന് കണ്ടിട്ടുണ്ടായിരുന്നു, നല്ലതായിരുന്നു. പക്ഷെ 2 അങ്ങനെയല്ല. ഈ നല്ല പടങ്ങൾ വിജയിച്ചാലാണ് ഈ കഷ്ടപ്പെട്ടൊക്കെ ഇറക്കണവർക്കൊക്കെ ഒരു ഇതുണ്ടാവുള്ളൂ. നഞ്ഞ് വെറൈറ്റി പടങ്ങൾ എടുക്കണം എന്നൊക്കെ. അല്ലാണ്ട് ഇപ്പം നമ്മുടെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സൂര്യ
സൂര്യ, വിക്രം ഇവരൊക്കെ ഒരു സിനിമയ്ക്ക് വേണ്ടി കുറേ കഷ്ടപ്പെടും. പക്ഷെ ഇവർക്ക് അതിനുള്ളതൊന്നും കിട്ടൂല. സൂര്യക്ക് ഒരിക്കലും ഫാൻസ് ഇല്ല എന്നല്ല പറഞ്ഞത്. സൂര്യക്ക് നല്ല ഫാൻസ് ഉണ്ട്. പക്ഷെ സൂര്യ ഫാൻസ് ഒരിക്കലും പൊട്ട പടമാണെങ്കിൽ അത് പോയി സൂര്യ ഫാനാണ് എന്ന് കരുതി കാണാതിരിക്കില്ല, തിയേറ്ററിൽ തന്നെ പോയി കാണാൻ. അങ്ങനത്തെ ഇല്ല. നല്ല പടങ്ങളാണെങ്കിൽ അവർ ഉറപ്പായിട്ട് പോയി കാണും. ഒരു സൂര്യയുടെ നല്ല സിനിമ ഇറങ്ങി ഉറപ്പായിട്ട് എല്ലാവരും പോയി കാണും. ആ സിനിമ നല്ല കളക്ഷൻ കയറും, അത് ഉറപ്പാണ്. അത് കേരളത്തിൽ പുള്ളി വന്നപ്പോൾ എന്തോരം പേരായിരുന്നു. എനിക്ക് അവരെ മൊത്തം ഈ സിനിമയ്ക്ക് കയറിയിരുന്നെങ്കിൽ ഉറപ്പായിട്ട് 500 കോടി 600 കോടി എന്തൊക്കെ ആയാലും. അതെന്തുകൊണ്ടാണ് കയറാഞ്ഞേ? പുള്ളി എല്ലാവർക്കും അറിയാം പുള്ളിയുടെ സിനിമ, അതായത് നല്ല പടങ്ങളാണെങ്കിൽ ഉറപ്പായിട്ട് സൂര്യയുടെ സിനിമ കയറും. വിക്രമിൻ്റെ അതെ. പക്ഷെ വിക്രമിന് എനിക്ക് തോന്നണേ വിക്രമിൻ്റെ തങ്കലം നല്ല പടമായിരുന്നു. പക്ഷെ അത് കഷ്ടപ്പെട്ടാണ് 100 കോടി കയറി. അങ്ങനെ വേണമൊക്കെ. ഇപ്പോൾ കങ്കോ ഒരിക്കലും ഞാൻ സെക്കൻഡ് പാർട്ട് ഇറക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ പടം ഞാനൊരു സൂര്യ ഫാനാണ്. പക്ഷെ ആ സിനിമ കളക്ഷൻ കയറാതിരിക്കാൻ എനിക്ക് തോന്നി. കാരണം എന്താ, കയറി കഴിഞ്ഞാൽ ശിവ ഉറപ്പായിട്ട് സെക്കൻഡ് പാർട്ട് എടുക്കും. കാരണം ഫസ്റ്റ് ഇത്രയും കേട്ടിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ഇത്രയും നന്നായിട്ട് എടുത്താൽ ഇനിയും കയറുന്നൊരു പ്രതീക്ഷ പുള്ളിക്ക് കൂടും. ഇതിപ്പോൾ സ്ലോപ്പായി, നല്ല അട്ടർ സ്ലോപ്പായി. ഇപ്പോൾ പുള്ളിക്കാൻ മനസ്സിലായി പണി പാളിയെന്ന്. എനിക്ക് തോന്നുന്നു ഒരിക്കലും ഇങ്ങനത്തെ ശിവ ഒരിക്കലും ഇങ്ങനത്തെ പടം സൂര്യ ഒരിക്കലും ശിവയുടെ ഒപ്പം ഇങ്ങനത്തെ ഒരു പടം ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. ഒരു മെനക്കെട്ട പടം. പുള്ളി പാസനാണ് ഒന്നും അറിയില്ല. അതുപോലെയാണ് പുഷ്പ അതായത് പുഷ്പ സ്ലോപ്പായിരുന്നെങ്കിൽ ഇത് ഒരിക്കലും 3 ഇറക്കൂല അവർ. അല്ലെങ്കിൽ ചിന്തിക്കുക അവർ എന്തുകൊണ്ടാണ് സ്ലോപ്പായി പോകുന്നത്. കാരണം അവർക്ക് അങ്ങനത്തെ ഒരു ബോധം കൊടുക്കണം, എന്നാലാണ് അവർക്ക്. അല്ലാണ്ട് ഇത് ഇപ്പം കണ്ടില്ലേ, പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ അടുത്ത പടം ഇതുപോലെ തന്നെ എടുത്ത് വയ്ക്കുകയാണെങ്കിൽ ഓക്കെ ആവും എന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ അവരുടെ പക്ഷേ അതുപോലെ തന്നെ ഗോട്ട് അത് പിന്നെ പറയണ്ട. അത് 400 നിർത്തി നന്നായി. അല്ലെങ്കിൽ തീരുമാനമായേനെ. അതൊരു കക്കൂസ പടമെന്ന് പറയും. എൻ്റെ ദൈവമേ, അതും തിയേറ്ററിൽ വന്നിട്ട് എനിക്കാണുള്ള ഒരു ഇതുണ്ടായില്ല. പക്ഷെ അത് വിജയുടെ പടങ്ങൾ ഇപ്പോൾ പറയണ്ട. വിജയുടെ പടങ്ങൾ അന്ന് 1000 കോടി 300 അല്ല, വിജയുടെ കൂടെ 1000 കോടി തീർന്നു. പിന്നെ അപ്പനെ ബ്രാൻഡാന്ന് പറഞ്ഞിട്ട് വരും. ഇപ്പം ആ ഒരു പ്രശ്നം മാറി. എന്ത് പറഞ്ഞാൽ ഇപ്പോൾ ഏതെങ്കിലും നടന്മാർ കയറി അത് ബ്രാൻഡാന്ന് പറയാം. നല്ല പടങ്ങൾ കയറി അത് ഇപ്പോൾ പ്രഭാസിന് നല്ല പടങ്ങളാണെങ്കിൽ ഉറപ്പായിട്ട് 1000 കോടി കയറും. അതാണ് എനിക്ക് ഉറപ്പാണ്. എനിക്ക് തോന്നി കൽക്കി എനിക്ക് 1000 കോടി കയറുന്നത് എനിക്ക് ഉറപ്പായിരുന്നു. കാരണം നല്ലൊരു പടമാണത്. പുള്ളിയുടെ എനിക്ക് തന്നെ ബാഹുബലിക്ക് ശേഷം ഇപ്പോഴാണ് ഒരു 1000 കോടി കയറിയ കൽക്കി. എനിക്ക് തന്നെ പ്രഭാസാണ് തന്നെ ബെറ്റർ. കാരണം പുള്ളിക്ക് എന്താ പറഞ്ഞാൽ വെറൈറ്റി പടം എടുത്ത് അതിനിടെ കുറേ വക പടങ്ങളുണ്ടെങ്കിലും ഇത്രയും കളക്ഷൻ, അതായത് പുള്ളിയുടെ 1000 കോടി പടം എടുത്ത് നോക്കുകയാണെങ്കിൽ മിനിമം നല്ല ഗ്യാരണ്ടിയുള്ള പടങ്ങളാണ്. സത്യം കിട്ടും. ഇത് ഒരുമാതിരി ഭാഗ്യക്ക് കൊള്ളാത്ത പടം 1000 കോടി ഇനിയും കയറുന്നത്. എനിക്ക് 2000 കോടി കയറി തീരുമാനമായി. അയ്യോ നമ്മുടെ അമീർഖാൻ്റെ പടം അതൊക്കെ കയറി നോക്കുമ്പോൾ കുഴപ്പമില്ല, നല്ല. അതൊക്കെ ആൾക്കാർക്ക് കാണാനുള്ളത്. അതൊക്കെ കയറി നമുക്ക് ഒരു അഭിമാനമാണ് ശരിക്കും പറഞ്ഞാൽ. ബാഹുബലി, കൽക്കി, പിന്നെ ഏതാണ് അങ്ങനെ കുറച്ച് പടങ്ങളുണ്ട് നല്ലത്. ലിയോ ഒക്കെ ആ ബാക്ക്ഗ്രൗണ്ടും അതായത് വിഷ്വൽസും മ്യൂസിക്കും ബീജും ഒക്കെ അടിപൊളി. അതൊക്കെ ഒരു 600 കോടിയുടെ പടം എടുത്ത് നോക്കുമ്പോൾ നല്ല രസമാണ്. ജയിലർ അതൊക്കെ എൻ്റർടൈൻമെൻറ്റാണ്. അതൊക്കെ കാണുമ്പോൾ പ്രേക്ഷകർക്ക് എന്തായാലും അവിടെ ഉള്ളവർക്കൊക്കെ ഇഷ്ടപ്പെടും. പക്ഷേ ഈ സാധനമൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഇല്ലേ, ഖത്തർ സാധനം ഇതൊക്കെ എങ്ങനെ പിടിക്കാൻ പോകും. അതുപോലെ തന്നെ ഗോട്ട് എന്തിനാവട്ടെ, ഇനി പുഷ്പ 3 കണ്ട് ഇനിയും വെയിറ്റ് ചെയ്യേണ്ടി വരും. കാരണം എന്തായാലും 3 എന്തായാലും ഇറക്കാതിരിക്കുമല്ലോ അവർ. ഇത് ഇത്രയും കളക്ഷൻ കയറിയാൽ 3 എന്തായാലും ഉടനെ അവർ ഇറക്കും. 3യും 1000 കോടി കയറും ഉറപ്പാണ്. അപ്പോൾ ഇനി നാഷണൽ അവാർഡിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ. 2 പേരുടെ, അല്ലുവിൻ്റെയും രശ്മികയുടെയും. തീരുമാനമായി, അതും കൂടെ ആയ തീരുമാനമായി. ബൈ.